ലിസി പെണ്ണെ ആ ചെമ്മീങ്കരി ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ആന്തരിക്ക്. മതി. അയ്യോ വേണ്ട, ജ്യൂസ് കുടിക്ക്. എങ്ങനെയുണ്ട് മോളെ? എനിക്ക് വലിയ ഇഷ്ടായി അമ്മാമ്മേ. അവിടെ ചെമ്മീൻ കിട്ടുമോ? വല്ലപ്പോഴും, പക്ഷെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെന്താ ജയദേവാ ഇയാളിങ്ങനെ നുള്ളി പറക്കി തിന്നണത്? ഞാൻ ഈ ആഹാരം ആസ്വദിച്ച് കഴിക്കുന്ന കാര്യത്തിൽ ഇത്തിരി പുറകോട്ടാ. അത് കൊള്ളാം. കേട്ടോ മോളെ, കെട്ടിയോനെ മര്യാദക്ക് തിന്നാൻ പഠിപ്പിക്കേണ്ടത് പെണ്ണിന്റെ ജോലിയാ. ദേ ഇങ്ങോരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ആരാന്ന് നോക്കടി. അമ്മച്ചി, റോക്ക് ചായ. എന്തടാ നീ ഈ നേരത്ത്? അതെന്താ അമ്മച്ചിയെ കാണാൻ എനിക്ക് വന്നൂടെ? അയ്യോ, എന്തൊരു സ്നേഹ ഈ അമ്മച്ചിയോട്. ഞാൻ കരുതി നീ ഞാൻ ചത്തോന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന്. തുടങ്ങി ഒരുമാതിരി ചൊറിയുന്ന വർത്താനം. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇരിക്കേ. ലിസി പെണ്ണെ വിളമ്പി കൊടുക്ക. വേണ്ട വേണ്ട, സൽക്കാരമൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അല്ല, ഇവരിതുവരെ പോയില്ലേ? ഇവര് പൗലോസ് അച്ഛന് വേണ്ടപ്പെട്ടവരാ, വടക്കുള്ളവരാ. പൗലോസ് അച്ഛൻ പറഞ്ഞിട്ട് വന്നിരിക്കുക ഇവിടെ താമസിക്കാൻ. ഇവിടെ താമസിക്കാനോ? അതേടാ, ഇവർക്ക് ഈ നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിയും വരെ ഇവരെ ഇവിടെ താമസിപ്പിക്കാനാ പൗലോസ് അച്ഛൻ പറഞ്ഞിരിക്കുന്നേ, പേയിങ് ഗസ്റ്റ് ആയിട്ട്. എന്താ നിനക്ക് എതിരുണ്ടോ? എന്നോട് എന്താ ഒന്ന് ആലോചിക്കായിരുന്നത്? ഞാൻ നിങ്ങളുടെ മോനല്ലേ. എനിക്കിപ്പോ മനസ്സില്ല നിന്നോട് ആലോചിക്കാൻ. അതെ, നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടെങ്കിലും പരിചയപ്പെട്ടില്ല. അല്ല, അതിപ്പോ വേണ്ട, നമുക്ക് വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. എന്തായാലും നിങ്ങൾ ഒന്നറിയണം, ഞാൻ ഇവരുടെ ഇളയ മോന. നാട്ടു നടപ്പനുസരിച്ച് ഈ തറവാട് എനിക്കാ. ഇവരെന്റെ കൂടെയാ താമസിക്കേണ്ടത്. നോണ, ശുദ്ധ നോണ. അപ്പന്റെ വീടാ തറവാട്, അത് നിനക്ക് തന്നില്ലടാ. നീ നിന്റെ പെണ്ണും പിള്ളയും കൂടെ അത് പൊളിച്ചു വിറ്റില്ലേ? ഇതെന്റെ കെട്ടിയോൻ എന്റെ പേർക്ക് മേടിച്ചു തന്നതാ, സായിപ്പിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ. ഇതില് നിനക്ക് എന്നതാ കാര്യം? അമ്മച്ചി, അന്യരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓ, അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് മിഴുങ്ങും. എടാ, നിന്റെ പെണ്ണിന്റെ ആട്ടും തുപ്പും കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന് പൊറുക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് ഇവിടെ കിടന്ന് ചത്താ മതി. ഞാൻ ചത്താലേ ആരെങ്കിലും വന്ന് നിന്നെ അറിയിച്ചോളും. അപ്പൊ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്താ മതി. ഇപ്പൊ നീ പോ, നിന്റെ കെട്ടിയോള് നോക്കിയിരിക്കുന്നുണ്ടാവും. ചെല്ലടാ. ഇപ്പൊ ഞാൻ പോവാം, പക്ഷെ ഞാൻ വരും. നിങ്ങളെയും ഈ തള്ളയെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കും. പോട്ടെ. അമ്മച്ചിയുടെ പിടിവാശിയാച്ചോ. ആ പഴഞ്ചൻ ബംഗ്ലാവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ വീട്ടിൽ അമ്മച്ചിക്ക് എന്തിന്റെ കുറവാ? ഓക്കെ, മനുഷ്യർക്ക് ജീവിക്കാൻ ഭക്ഷണം മാത്രം പോരാ, സ്നേഹവും വേണം. അപ്പൊ എനിക്ക് അമ്മച്ചിയോട് സ്നേഹമില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? നീ സ്നേഹിച്ചാ പോരാ, അതവർക്ക് ബോധ്യപ്പെടുകയും വേണം. എന്റെ വീട്ടിൽ സ്നേഹത്തിന് ഒരു കുറവുമില്ലച്ചോ. പിന്നെ എന്റെ ഭാര്യയുടെ കാര്യം, അമ്മായിയമ്മയും മരുമോളും ആവുമ്പോ ചില പൊട്ടലും ചീറ്റലും ഒക്കെ പതിവാ. അതെങ്ങനെയാ സ്നേഹക്കുറവാവുന്നേ? അല്ല,
നീ ബംഗ്ലാവ് വിൽക്കാൻ അവരെ നിർബന്ധിക്കുന്നത് കേട്ടല്ലോ. അത് ശരിയാച്ചോ. ബെൻസൺ കമ്പനിയിൽ എനിക്ക് ഷെയറുള്ളതല്ലയോ. അവര് കമ്പനി വികസിപ്പിക്കാൻ പോവാ. 140 രാജ്യങ്ങളുമായിട്ട് ഇടപാടുള്ള കമ്പനിയാ. അവർക്ക് പുതിയ ഓഫീസ് പണിയണം. വേറെ സ്ഥലമില്ല. കൊച്ചി വികസിക്കുകയല്ല ചോ. കണ്ടെയ്നർ ടെർമിനൽ വരാൻ പോകുന്നു. പുതിയ എക്സ്പോർട്ട് വികസന പദ്ധതികൾ വരാൻ പോകുന്നു. അപ്പോൾ ആ ബംഗ്ലാവും സ്ഥലവും ബെൻസൺ കമ്പനിക്കാരെ എടുത്തോളാന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ ചോ. എന്റെ അമ്മച്ചിക്ക് എന്റെ വീട്ടിൽ കഴിഞ്ഞാൽ പോരെ. ആ ബംഗ്ലാവും സ്ഥലവും നിന്റെ സഹോദരിക്ക് അവകാശപ്പെട്ടതല്ലയോ റോക്കി? അച്ഛൻ എന്നാ വട്ടുണ്ടോ? എന്റെ സഹോദരി പോയില്ലേ? ആദ്യം ഒളിച്ചോടി പോയി, പിന്നെ ഈ ഭൂമിനെ പോയില്ലേ. പക്ഷേ റോസമ്മയ്ക്ക് ഒരു കൊച്ചുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിന് അവകാശം വരില്ലേ? ഇക്കാര്യം ആ കൊച്ചറിയാൻ പോകുന്നു, ഇവിടെ വരാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിനെ പറ്റി അമ്മച്ചിക്ക് വല്ല വിവരമുണ്ടോ? ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? അത് ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്ന് പോലും ആർക്കും അറിയില്ല. പിന്നെയല്ലേ അവകാശത്തിന് വരാൻ പോകുന്നു. എന്തായാലും നിന്റെ അമ്മച്ചിയുടെ ഹൃദയത്തിൽ അവരുടെ മകളായ റോസമ്മയും അവർ കണ്ടിട്ടില്ലാത്ത കൊച്ചുമകളും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ആ പാവത്തിനെ നീ ദ്രോഹിക്കരുത്. ദൈവം തമ്പുരാൻ പോലും പൊറുക്കേല. നിന്നോട് കാണിക്കേണ്ട എല്ലാ നീതിയും അവർ കാണിച്ചിട്ടുണ്ട്. ഇത് നീതിയുടെ നിയമത്തിന്റെ പ്രശ്നമൊന്നും അല്ല ചോ. അമ്മച്ചിയുടെ വാശിയുടെ കാര്യം മാത്രമാ. ദേ ഇപ്പോ തന്നെ ഞാൻ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ഏതോ ഒരു ഭാര്യയും ഭർത്താവും അവരെ അവിടെ താമസിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു. ശരിയാണോ? അതെ, എൻ്റെ ഒരു പഴയ സ്നേഹിതന്റെ കൊച്ചുമകളും ഭർത്താവുമാ കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ആയിക്കോട്ടെ, പക്ഷേ എന്നോടൊരു വാക്ക് ചോദിക്കാനുള്ള മര്യാദ അമ്മച്ചി കാണിച്ചില്ല. അതിനെക്കുറിച്ച് അച്ഛൻ എന്തുവാ പറയാനുള്ളത്? നിന്നോട് അക്കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞാലും പോരെ? അമ്മച്ചി തന്നെ പറയണമെന്നുണ്ടോ? നിനക്കതിൽ എതിരുണ്ടോ? എങ്കിൽ ഇപ്പൊ പറ. നാളെ നേരം വെളുത്താൽ ഞാൻ അവരെ മാറ്റിക്കൊള്ളാം. എനിക്കെതിരുണ്ടായിട്ടൊന്നുമല്ല. പിന്നെന്താ, നിന്റെ അമ്മച്ചിക്ക് കുറച്ച് ദിവസം മിണ്ടാനും പറയാനും ആളായില്ലേ? അത് ശരി. എന്റെ അമ്മച്ചിക്ക് എന്റെ കെട്ടിയോളോടും പിള്ളേരോടും സംസാരിക്കാൻ വയ്യ. അതിന് വേറെ വല്ലവരും വേണം. ഇത് ആ സ്ത്രീയുടെ സ്വഭാവ ഗുണം. പ്രായം ഇത്രയായില്ലേ, ഇനി അവരുടെ സ്വഭാവം മാറ്റാൻ നിനക്കാവില്ല റോക്കി. സൈമൺ കോശി എന്റെ വലിയ അടുപ്പക്കാരനായിരുന്നു. ദാ ഈ കൈ കൊണ്ടാ നിന്നെ മാമോദിസ മുക്കിയത്. ആ ബന്ധം കൊണ്ട് പറയുക, നിന്റെ അമ്മച്ചിയെ ഇനി നീ ദ്രോഹിക്കരുത്. ഉം. 18 വയസ്സ് വരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ വളർന്നോള എൻ്റെ മോള് റോസമ്മ. അറിയാവോ? എന്നിട്ട് എന്തു പറ്റി? എൻ്റെ കെട്ടിയോൻ സൈമൺ കോശിയുടെ കൂട്ടുകാരനായിരുന്നു തൂമ്പുങ്കൽ അവറാച്ചൻ മുതലാളി. അങ്ങോർക്ക് ബിസിനസ്സായിരുന്നു. അങ്ങേരുടെ മോൻ മാത്തുക്കുട്ടി എഞ്ചിനീയറായി. എൻ്റെ കെട്ടിയോനും അവറാച്ചൻ മുതലാളിയും കൂടി റോസമ്മയുടെയും മാത്തുക്കുട്ടിയുടെയും കല്യാണം നിശ്ചയിച്ചു. മനസ്സമ്മതവും കഴിച്ചു. പക്ഷേ എൻ്റെ മോൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എന്തു പറ്റി? കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി അവളെ കാണാതായി. അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പക്ഷേ അവളുടെ പൊടി പോലും കണ്ടില്ല. അന്ന് വീണതാ എൻ്റെ കെട്ടിയൻ. തൈക്കുട്ടത്ത് സൈമൺ കോശി അഭിമാനിയായിരുന്നു. മകളുടെ പ്രവൃത്തിയിൽ തളർന്നുപോയി. പിന്നെ
അധിക കാലം അദ്ദേഹം കിടന്നില്ല. കർത്താവ് വിളിച്ചു. മകളുടെ കാര്യം പിന്നീട് വല്ലതും അറിഞ്ഞോ? പിന്നെയല്ലേ കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. എൻ്റെ മോൾ റോസമ്മ നന്നായിട്ട് പാടുമായിരുന്നു. പള്ളിയിലെ കൊയറിലൊക്കെ അവളായിരുന്നു മുന്നിൽ. റോസമ്മയുടെ കൂട്ടുകാരിയുടെ കല്യാണം. അവര് സേട്ടുമാരാ. വലിയ പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു. പാടാൻ വന്നത് ഒരു മുസ്ലിം ചെറുക്കനാ, വടക്കെങ്ങാണ്ടുള്ളത്. അവന്റെ പാട്ടില് അവൾ അങ്ങ് മോഹിച്ചു പോയി. ഞങ്ങൾ ഈ കഥയൊന്നും അറിഞ്ഞില്ല. ആ പാട്ടുകാരന്റെ കൂടെയാ എന്റെ മോള് പോയത്. അവളുടെ അപ്പന്റെ മാനം കെടുത്തിട്ട് ഈ പെറ്റ തള്ളയുടെ ചങ്ക് തകർത്തിട്ട് അവൾക്കിതെങ്ങനെ കഴിഞ്ഞു എന്റെ പാറേ മാതാവേ. എത്ര തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. ആ പ്രായത്തില് പെൺകുട്ടികൾക്ക് ഒരാളോട് പ്രേമം തോന്നിയ പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ അവർ കഴിയില്ല. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പ്രയാസമായിരിക്കും. അതൊന്നുമല്ല, ആ പാട്ടുകാരൻ വശീകരിച്ചു കൊണ്ടുപോയതാ. പിന്നീടാണ് അറിഞ്ഞത് എന്റെ മോളെ അയാൾ ചതിക്കുകയായിരുന്നു. പാവം, എന്റെ മോൾ ഒത്തിരി സഹിച്ചു കാണും. പക്ഷെ ഒന്നും എന്നെ അറിയിച്ചില്ല. അവൾക്കൊരു പെൺകൊച്ചുണ്ടായ വിവരത്തിന് അവൾ എനിക്കൊരു കത്തയച്ചിരുന്നു. പക്ഷേ അതിൽ മേൽവിലാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം ഒരു കത്ത് വന്നു. ഒരു പേരുമില്ലാത്തൊരു കത്ത്. അങ്ങനെയാ ഞാൻ അറിഞ്ഞത് എന്റെ റോസൂട്ടിയെ കർത്താവ് സ്വർഗത്തിലോട്ട് വിളിച്ചെന്ന്. അമ്മാമേ, അമ്മാമ്മ വന്നിത്തിരി നേരം കിടക്ക്. വെറുതെ എന്തിനാ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നേ? ചെക്ക്. മോളെ,
ഇതെന്താ അമ്മാമ്മേ? ഇത് എൻ്റെ മോള് റോസമ്മ വായിച്ചിരുന്ന വയലിന. അവളുടെ അപ്പൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരു സായിപ്പ് അവൾക്ക് കൊടുത്തതാ. ഈ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥനായിരുന്നു ബെഞ്ചമിൻ സായിപ്പ്. അയാളുടെ മദാമ്മയാ റോസമ്മയെ വയലിൻ പഠിപ്പിച്ചത്. ഇത് സായിപ്പിന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂടിയ വയലിന. മോൾക്ക് വായിക്കാൻ അറിയോ? നോക്കട്ടെ. കർത്താവേ, എൻ്റെ മോള് വായിക്കുന്ന പോലെ തന്നെ